ഈ പ്രാവശ്യത്തെ 28 കൂടാൻ പറ്റിയില്ലെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ എത്തിയെങ്കിലും ഞാനൊരു വൈകുന്നേരം ആകുമ്പോൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. യാത്രയുടെ ക്ഷീണമൊക്കെ ആയതുകൊണ്ടാട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങൾ നടന്നാണ് പോയത്. ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ വീട്ടിൽ നിന്ന് അമ്പലത്തിലൊക്കെ എത്തുവേ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് വെള്ളം വേണമായിരുന്നു. അവർക്ക് വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പതുക്കെ നടന്നാണ് ഞങ്ങൾ എത്തിയത്. നല്ല തിരക്കുള്ളതുകൊണ്ട് സ്പീഡിലൊന്നും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു 5-6 വർഷം മുമ്പൊക്കെ 28 കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം മാത്രമേ കാളകളൊക്കെ അങ്ങനെ ഇരിക്കത്തുള്ളൂ. പിറ്റേ ദിവസം ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ഒട്ടുമിക്ക കാളകളും എല്ലാം എടുത്ത് മാറ്റി കൊണ്ടുപോകാറാണ് പതിവ്. പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ഒക്കെ ഇങ്ങനെ കാളയുടെ അടുത്ത് നല്ല ചെണ്ടമേളവും തിരുവാതിരയും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കരയുടെ കാളയുടെ അടുത്ത് കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നേ. അന്നദാനമന്ദിരത്തിൻ്റെ അവിടം വരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല തിരക്കായിരുന്നു പുറകിലോട്ട്. ഒത്തിരി കാളകൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മെയിനായിട്ടും കാണാൻ വന്നത് ഈ പ്രാവശ്യം കാലഭൈരവനെ ആയിരുന്നു കേട്ടോ. ഈ വലിയ നെറ്റിപ്പെട്ടുള്ളതാണ് കാലഭൈരവൻ. കുറച്ച് തിരക്കൊഴിഞ്ഞ ഭാഗം കണ്ടപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു മാംഗോ ബാർ കഴിച്ച് കുറച്ച് നേരം അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാംഗോ ബാർ ഒക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ വന്ന് കാളയൊക്കെ കാണുന്നതിലും കുറച്ചും കൂടെ നല്ലൊരു ഹരവും രസവും ഒക്കെ എന്ന് വെച്ചാൽ ആ ഒരു ദിവസം കാളയെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ചെണ്ടമേളത്തിൻ്റെ ഒക്കെ കൂടെ നടന്നങ്ങോട്ട് പോകുന്ന ആ ഒരു ത്രില്ലൊന്നും ഈ ഒരു സമയത്തൊന്നും കിട്ടത്തില്ല കേട്ടോ. അത് ശരിക്കും മിസ്സായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ഷോർട്സിൽ കാണാവേ.